ചില സമുദായങ്ങൾ കരയുന്നതിന് മുൻപ് തന്നെ പാല് കിട്ടുകയാണ്. കത്തോലിക്ക സഭാ സമൂഹം കരഞ്ഞാലും പാലില്ലാത്ത അവസ്ഥയാണ്. പാലക്കാടിന്റെ മണ്ണിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഈ കത്തോലിക്ക സമൂഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ കത്തോലിക്ക സമൂഹം കേവലം ഞാഞ്ഞൂലുകളുടെ ഒരു കൂട്ടമല്ല, ചവിട്ടിമെതി ചരഞ്ഞു പോകുന്ന ദുർബലങ്ങളായ ജീവികളുടെ ഒരു കൂട്ടമല്ല കത്തോലിക്ക സമൂഹം. ഇത് സത്യത്തിൽ സർപ്പങ്ങളുടെ ഒരു കൂടാരമാണ്. എന്താണ് സർപ്പത്തിന്റെ പ്രത്യേകത? ഈശോ മിശിഹ പോലും പ്രശംസിച്ച ഒരു സവിശേഷത സർപ്പത്തിനുണ്ടല്ലോ, വിവേകികളാണ്. സർപ്പങ്ങളെല്ലാം വിവേകികളാണ്. ഉപദ്രവകാരികൾ എന്നുള്ള അർത്ഥത്തിലല്ല, വിവേകികളാണ്. തങ്ങളുടെ തന്നെ സംരക്ഷണാർത്ഥം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജീവിവർഗമാണല്ലോ സർപ്പം. തങ്ങളുടെ സംരക്ഷണാർത്ഥം, നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹം, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹമാണ് നമ്മുടേതെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നമുക്ക് നമ്മുടേതായ ആത്മീയതയുണ്ട്, നമ്മുടേതായ ധാർമ്മികതയുണ്ട്. ഇതിൽ അടിത്തറയിട്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ സീറോ മലബാർ സഭാ സമൂഹം, കേരളത്തിലെ കത്തോലിക്ക സമൂഹം, നമ്മൾ ഉൾപ്പെടുന്ന കത്തോലിക്ക സമൂഹം ഒരു വലിയ കൂട്ടായ്മയിലേക്ക് വരികയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ കാത്തിരുന്ന നല്ല നാളുകൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരികയാണ്. സമുന്നതരായ നേതാക്കള്, അൽമായ നേതാക്കള് ഈ സമുദായത്തിൽ നിന്നുണ്ടാകണം. ഗുണകരമല്ലാത്ത രാഷ്ട്രീയ ചിരിവുകളും രാഷ്ട്രീയമായ പിന്തുണകളും അവസാനിപ്പിക്കണം. ഗുണകരമല്ലാത്തത്, സമുദായത്തിന് ഗുണം ചെയ്യാത്ത രാഷ്ട്രീയ ചായ്വുകളും പ്രവണതകളും എന്നേക്കുമായി അവസാനിപ്പിച്ചേ മതിയാവൂ.